ക്ലാസ്സസ് ഒക്കെ ഭംഗിയായിട്ട് പോകുന്നു. കുട്ടികൾ ഹാപ്പിയാണ്, ടീച്ചേഴ്സും ഹാപ്പിയാണ്. അതൊക്കെ ആസ് യൂഷ്വൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു എന്ന് വേണം പറയാനായിട്ട്. നല്ല ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത് ഫ്രം ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പം സാധാരണ ഉണ്ടല്ലോ, ഒരു അവധി ഉണ്ടെങ്കിൽ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കാൻ നോക്കുമെങ്കിൽ ഇപ്പോൾ ഈ അവധി ഉണ്ടെങ്കിൽ മാം ഈ ക്ലാസ് ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ, ഈ ദിവസം കുട്ടികൾ ഫ്രീ ആണ് എന്ന് ചോദിച്ച് പേരൻസ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അത് തന്നെ നല്ല ഒരു പോസിറ്റീവ് കാര്യമായിട്ട് കാണുന്നു, ഇല്ലേ? നമ്മൾ ഈ പ്രസംഗമൊക്കെ തുടങ്ങുമ്പോഴേ ആദ്യം വന്നിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മളിപ്പോ മുന്നോട്ട് പോകുന്നത്. നമ്മള് ഇപ്പൊ തന്നെ ഇത് തുടങ്ങി, ഇതിപ്പോ നമ്മൾ എനിക്ക് തോന്നുന്നു എല്ലാ പോഡ്കാസ്റ്റ് എടുത്ത് നോക്കിയാൽ ആദ്യത്തെ പിന്നെ നമ്മൾ ആ ക്ലാസ്സിനെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നു, എന്നിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ജാസ്മിൻ പറഞ്ഞൊരു നല്ല പോയിന്റ് ആണ്. നമ്മുടെ പേരൻസിനാണെങ്കിൽ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പേരൻസ് ഉണ്ട് നമുക്ക്. അതായത് പിള്ളേർ പഠിക്കുന്ന കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാർ. അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതെന്താ കാര്യം അറിയാമോ? അല്ല, പൊതുവെ ഒരു അവധി ചെയ്യാനോ, ഇപ്പൊ ഒരു സിനിമയ്ക്ക് പോകാനോ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കട്ടെ അവൻ ഇത്രയും പഠിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാൻ നോക്കുമ്പോൾ പിള്ളേരും ഒരുപോലെ പേരൻസും രണ്ടുപേരും ചോദിക്കുന്നു. അതായത് ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? ഒന്നല്ല, അവർ എത്ര സബ്ജക്ട്സിനാണോ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് അതെല്ലാം ആ ഡേ തന്നെ എടുത്ത് തരാമോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അതെന്തുകൊണ്ടും നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് കിട്ടിയതിൽ നല്ലൊരു കാര്യമാണ്. വേറൊരു കാര്യം എന്താണെന്നറിയാമോ? ഇവരിപ്പം പോർഷൻസ് നമ്മൾ പഠിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിലൊക്കെ കാര്യങ്ങൾ സ്കൂളിൽ അത് ചെയ്തോളും. നമുക്കത് വീണ്ടും പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അവർക്ക് വേണ്ടത് ഒരു സപ്പോർട്ടാണ് വേണ്ടത്. അതായത് ഇന്ന കാര്യത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് ആ ബുദ്ധിമുട്ടില്ല. ഇപ്പം ഞാൻ ഡീൽ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും സ്കൂളിലെ പോർഷൻസ് ചടപടയെന്ന് തീരുന്നുണ്ട്. പക്ഷെ ആ കൊച്ചിന് അത് അതിനനുസരിച്ച് കിട്ടുന്നില്ല, കാര്യങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് അതിനുള്ള ഒരു സപ്പോർട്ടാണ് വേണ്ടത്. അത് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം. കാരണം ഓൾറെഡി ഒരു ക്ലാസ് എടുത്തെടുത്ത് വീണ്ടും ഒന്നുകൂടെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഓൾറെഡി പഠിച്ചു വെച്ചേക്കുന്ന ഒരു കാര്യത്തെ മാറ്റി ഒരാൾ പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകത്തുള്ളൂ. ഐതർ നമ്മൾ ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ട്യൂഷൻ ഒന്നും കൊള്ളാം, അല്ലെങ്കിൽ ട്യൂഷന് പോയിട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് ഗുണമുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതായത് അവർക്ക് 50% മനസ്സിലായെങ്കിൽ ബാക്കി 50 നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവർക്ക് എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്കൊരു ക്ലാരിറ്റി കാണും എന്താണ് അവർ പഠിച്ചത് എന്നുള്ളത്. അതെ, ഹൗ ടു തിങ്ക് എന്നുള്ളതിലാണ് നമ്മൾ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത്. എങ്ങനെ പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കാം എന്നതിലുപരി അവര് ക്ലാസ്സിൽ കേട്ടു ഒരു കാര്യം അവര് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത് ഇതെന്താ മിസ്സേ ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഇതെന്താ എന്തുകൊണ്ട് ഇങ്ങനെ, വൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും സ്റ്റുഡൻസിന് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പൊ വൈ ക്വസ്റ്റ്യൻസ് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റുന്നത് കറക്റ്റ് ഒരു നല്ല കാര്യമായിട്ടാണ്. അല്ലെങ്കിൽ ചുമ്മാതെ ക്വസ്റ്റ്യൻ എഴുതി പഠിപ്പിച്ചു, ക്വസ്റ്റ്യൻ എഴുതി ആൻസർ, അതിലുപരി അവരെങ്ങനെ തിങ്ക് ചെയ്യണം, അല്ലെ ഏത് രീതിയിലോട്ട് പോകണം തിങ്കിങ് എന്നുള്ളതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. ഈ കുട്ടികൾക്ക് ഇവർക്ക് ഇവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഒരു കാര്യം, ഇപ്പം അവരുടെ ഒരു പേസിന്റെ ആയിരിക്കും. പല കുട്ടികളും പല പേസ് ആയിരിക്കുമല്ലോ. അതല്ലാതെ കുട്ടികളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ അതായത് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇത് കാര്യത്തിലൊന്നും അവര് സാറ്റിസ്ഫൈഡ് അല്ലാതെ വരത്തില്ലേ? അവരെ കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയൊക്കെ വരുന്ന കുട്ടികളുണ്ടാവില്ലേ? ഇപ്പൊ നമ്മൾ ഒരുപാട് വട്ടം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു, എന്നിട്ടും പറ്റുന്നില്ല ആ കുഞ്ഞിനെ കൊണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഫസ്റ്റ് നമ്മൾ എന്തുകൊണ്ട് അത് പറ്റുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അതായത് ചില കുട്ടികൾ സ്ലോ ലേണേഴ്സ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഇച്ചിരി ടൈം എടുക്കും അവർ പഠിച്ചു വരാൻ. ഇപ്പൊ നമ്മുടെ ക്ലാസ് നമ്മൾ എപ്പോഴും പറയും ഒരു ആവറേജിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ആ സ്ലോ ലേണർ ആയിരിക്കും, അവർക്ക് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കീപ്പപ്പ് ചെയ്ത് വരാൻ പറ്റും. അല്ലാതുള്ളൊരു പ്രശ്നമാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. അത് പിള്ളേരുടെ എന്താ പറയുന്നത് ഒരു എഡ്യൂക്കേഷനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത്രയും അങ്ങോട്ട് പുറത്തോട്ട് വരാത്തൊരു കാര്യമാണ്. അതായത് അവെയർ അല്ല പേരൻസ് ആണെങ്കിലും, ഒരു നല്ലൊരു ശതമാനം പേരൻസ് ആണെങ്കിലും അവെയർ അല്ല ഇങ്ങനൊരു സംഭവം നടക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം. അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർ അവെയർ ആയി വരുന്നുണ്ട്. അത് ജെഫിൻ പറഞ്ഞൊരു കാര്യം കറക്റ്റ് ആണ്. ഇതിന്റെ ഒരു മെയിൻ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് കുറെ ഉണ്ട്. അപ്പൊ എനിക്ക് അതിൽ മെയിൻ വരുന്ന ഒരു 6 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതില് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാൻ വൈകുന്നു, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നം. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള ഒരു കുട്ടി അവനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഉഴപ്പൻ എന്ന ഒരു ടാഗ് ലൈനോടെ ആയിരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കാത്തവൻ എന്ന ഒരു ടാഗ് ലൈൻ ആയിരിക്കും അവന് വരുന്നത്, അല്ലെങ്കിൽ അവൾക്ക് വരുന്നത്. അപ്പൊ അല്ലാതെ അല്ലെങ്കിൽ അവനല്ല അവൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു സാധനം അങ്ങനെ ഒരു ഹെഡിങ് വരുന്നില്ല. ആ ചെറുക്കൻ ഉഴപ്പ, അല്ലെ ആ കുട്ടി ഉഴപ്പ.
അവൻ പഠിക്കില്ല, അവൻ വീട്ടിൽ പോയി ഇങ്ങനെ വെറുതെ കളിച്ച് നടക്കുക, സംസാരം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ചില കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞു ബ്ലെയിമിങ്, വെരി ഈസി ആയിട്ടുള്ള ഒരു കാര്യം ബ്ലെയിമിങ്, അതിലോട്ടാണ് വരുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു തലം ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും പല ടീച്ചേഴ്സും അറിയില്ല, അല്ലെങ്കിൽ അറിയാമെങ്കിലും അവർ അതിലോട്ട് കയറുന്നില്ല. പേരൻസ്, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പേരൻസ് കുറെ അവെയർ ആണ് ഇതിനെ പറ്റി കേട്ടോ, കുറെ അവെയർ ആണ്. പക്ഷെ അവര് ചില ടീച്ചേഴ്സിനോട് പറഞ്ഞു മടുത്തു. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് തുടരെ സംസാരിക്കാം. ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം ഇതാണ്, ഈ ഒരു അവയർനെസ് ഇല്ലായ്മ ഒരു ഭയങ്കര ഒരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞുകൂട്ട് ടീച്ചേഴ്സിനെ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ഒരു ടൈം പീരീഡിനുള്ളിൽ ഇന്ന പോർഷൻസ് തീർക്കുക. അവര് കാരണം സ്കൂളുകാരെ ഡീൽ ചെയ്യുന്ന പേരൻസുമായിട്ടാണ്, അവർക്ക് കുട്ടികളുമായിട്ട് അറിയത്തില്ല. എന്നാൽ കുട്ടികളെ ഡീൽ ചെയ്യുന്ന ടീച്ചർമാരുമാണ്. മാനേജ്മെന്റ് പേരൻസിനെ ഡീൽ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് ആണ് കുട്ടികളെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ കുട്ടികളുടെ ഒരു പേസ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ ടീച്ചേഴ്സ് ശ്രമിക്കുമ്പോൾ പോർഷൻ ലാഗ് ആവും. കാരണം കിട്ടിയേക്കുന്ന ഒരു ടൈം പീരീഡിനുള്ളിൽ ഒരിക്കലും പോർഷൻ പുഷ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ, അപ്പോൾ കുട്ടികളെ ശ്രദ്ധിച്ച് പോർഷൻ അല്ലെ പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തി ഓരോ ആപ്റ്റിറ്റ്യൂഡിലുള്ള കുട്ടികളെ ക്ലാസ് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുത്തി കഴിഞ്ഞാൽ ആ ക്ലാസ്സിന് ഒരു ജനറൽ സ്പീഡിൽ പോകാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാം ഒരു മിക്സ്ഡ് ഗ്രൂപ്പാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ടീച്ചറിന് ഒരു എന്താ പറയുന്നത് ഒരു പർട്ടിക്കുലർ കുട്ടിയെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ ഫോക്കസ് ചെയ്ത് ഒരു ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അഥവാ പോയാൽ ബാക്കിയുള്ള കംപ്ലൈന്റ്സ് വന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ഞാൻ. കാരണം ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാത്സിന് ഭയങ്കര കാലിബർ കുറവുള്ള കുട്ടികളാണ്. അവർ ഭയങ്കര വീക്ക് സ്റ്റുഡൻസ് ആണെന്ന് തന്നെ പറയാം. കുറച്ചുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റഡ് അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് ഒരു ആവറേജ് സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്നവര് സ്കൂൾ വിട്ടു പോവുകയും ചെയ്തു. അതായത് ഇപ്പം ഇരിക്കുന്നത് മൊത്തം എന്ന് പറഞ്ഞ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻസിനെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അവരെ കൊണ്ട് പൊങ്ങാത്ത രീതിയിലുള്ള പോർഷൻ ആണ് അവരെ എടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോർഷൻ ലാഗ് ചെയ്യുന്നുണ്ട്. അപ്പോ എനിക്ക് വരുന്ന പ്രഷർ പോർഷൻ തീർക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ കുട്ടികൾക്ക് അത് പറ്റുന്നുണ്ടോ? കുട്ടികൾക്ക് അത് പറ്റുന്നില്ല. ഇങ്ങനെ പോർഷൻ തീർത്തിട്ട് പിന്നെ എന്താണ് ഒരു കഥ? മാത്സ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ലെങ്കിൽ ഓക്കെ ഫൈൻ. മാത്സിന് ഒരു ഇതുള്ള കഴിവുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ അതിലുള്ള ഒരു മുന്നോട്ട് പോകാൻ ഇത് വേണം എന്നുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പൊ ജെഫിൻ പറഞ്ഞ പോലെ ഈ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ സെലക്ഷൻ പ്രോസസ്സിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു അഡ്മിഷൻ കൊടുക്കുമ്പോൾ അവരെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് അവരെ ഒരു അഡ്മിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ അവരെ അപ്പൊ പേരൻസ് അതിനെപ്പറ്റി അവെയർ ആയിരിക്കും. ഫോർ ദ സേക്ക് ഓഫ് അഡ്മിഷൻ നമ്മൾ അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല. പേരന്റ് പിന്നെ വന്ന് പറഞ്ഞ് നമ്മളോട് പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇത്രയും ഫീസ് പേ ചെയ്തു, എപ്പോഴും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, എന്റെ കൊച്ചിന് മാർക്കില്ല, എന്താ കാര്യം? പേരന്റ് ഒരിക്കലും അവെയർ അല്ല കുട്ടിയുടെ കാലിബർ എന്താണെന്നും കുട്ടിയുടെ കഴിവ് എന്താണെന്നും കുട്ടിയുടെ ബുദ്ധിമുട്ട് എന്താണെന്നും ഒന്നും. കുറച്ച് ഫീസ് കൊടുത്ത് സ്കൂളിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സാധിച്ചു എന്നുള്ള രീതിക്കാണ് പല പേരൻസും ബിഹേവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ജിൽബി, ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത അതൊരു കൈൻഡ് ഓഫ് ഒരു ഡിസ്ക്രിമിനേഷൻ ആവത്തില്ലേ കുട്ടികൾക്കിടയിൽ? അതിന്റെ ഒരു സംശയമാണ്. അങ്ങനെ കാണുന്നതിനെക്കാട്ടി അതുണ്ട്, ഡിസ്ക്രിമിനേഷനെക്കാട്ടി അങ്ങനെ കാണുന്നതിനെക്കാട്ടി ചിലപ്പോൾ അവർക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് ആയിരിക്കും അത്. എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിൽ പോകണം, ഞാൻ അതിനെ ഒരിക്കലും അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും അവരുടെ ഇപ്പൊ ഞാനൊരു അനുഭവിക്കുന്ന ഒരു കാര്യം, എല്ലാ കുട്ടികളും ആ തരത്തിൽ വിൽ പവറോടെ ചിന്തിക്കുന്നവരാവണം എന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കണം ഇതുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ നമുക്കതൊരു അറ്റ്ലീസ്റ്റ് പേരൻസും കുട്ടിയും അവെയർ ആയിരിക്കണം. അല്ല, എല്ലാ സ്കൂളുകളും കാറ്റഗറൈസ് ചെയ്യും. എപ്പോഴാണെന്നറിയോ? 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ. 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്, ABC എന്ന് പറഞ്ഞിട്ടൊരു തിരിപ്പം അങ്ങോട്ട് തിരിക്കും. എന്നിട്ട് അതിന്റെ അതില് പഠിക്കുന്ന പിള്ളേർ. പക്ഷെ ഇത് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യമേ ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ സ്പോർട്സിൽ കാലിബർ ഉള്ള ഒരു കുട്ടിയായിരിക്കും. ആ കുട്ടിയെ പിടിച്ച് ബാക്കി ഇപ്പം എഡ്യൂക്കേഷണലി കാലിബർ ആയിട്ടുള്ള ഒരു കുട്ടികളുടെ കൂടി ഇട്ട് കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ട് എഡ്യൂക്കേഷൻ അവൻ പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അവന് ഉണ്ടാകുന്ന ഒരു പ്രഷർ ഉണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് അവന് കിട്ടുന്ന ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. ലാസ്റ്റിൽ അവൻ ആ സ്പോർട്സിലും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, അവൻ ആ എഡ്യൂക്കേഷനിലും ഫോക്കസ് ചെയ്യാൻ, അവന്റെ ടാലന്റ് എപ്പോഴും സ്പോർട്സിലാണ് കിടക്കുന്നത്. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. അതൊരിക്കലും നമ്മൾ ഈ പറയുന്ന തൊട്ട് ടീച്ചേഴ്സിന് ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി ഉപയോഗിക്കുക. A ക്ലാസ് സൂപ്പറാ, B ക്ലാസ് സൂപ്പർ. ഞാൻ പഠിച്ച സ്കൂളിൽ ഉണ്ടായിരുന്നു, അതായത് ഞാൻ +1 +2 പഠിച്ചെടുത്തു. ഇത് A എന്ന് പറയുമ്പോൾ എന്തോ അടിപൊളി പിള്ളേരുടെ ഒരു ക്ലാസ്, ബാക്കി B അല്ലെങ്കിൽ C എന്നൊക്കെ പറയുന്നത് ഈവൻ ദോ +1 +2 വരുമ്പോഴത്തേക്ക് നമ്മൾ സബ്ജക്ട് വൈസ് ഉള്ള ഡിവിഷനാണ് വരുന്നത്, എന്നാൽ പോലും ഉണ്ടായിരുന്നു. അത് സെയിം ആണ് ഈ കൊച്ചു ക്ലാസ്, ലോവർ ക്ലാസ്സുകളിലും. അതായത് ഒരു 10th വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇത് ചെയ്യാത്ത സ്കൂളുകളില്ല. അപ്പൊ റെമീഡിയൽ ക്ലാസ് അപ്പം ഉണ്ടാകുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇതിലും കൂടുതലാണ്. കാരണം ഇത്രയും നാളും ഒരുമിച്ചിരുന്ന് പഠിച്ച പിള്ളേരെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് വരുമ്പോഴത്തേക്ക് കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം, അത് ടീച്ചേഴ്സ് ചെയ്യുന്നത് ഇതുകൊണ്ട് മാത്രമാണ് അവർക്ക് വേണ്ട സാധനം അതിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഈ സെയിം സാധനം
ആദ്യമേ ചെയ്യാമെങ്കിൽ ഈ കുട്ടികളുടെ ഇടയിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകത്തില്ല. ഒരിക്കലും ടീച്ചേഴ്സിന്റെ കയ്യിലാണ് ഈ ഇൻഫർമേഷൻ ഇരിക്കുന്നത്. ടീച്ചേഴ്സ് ഇത് പുറത്ത് വിടുമ്പോഴേ ഇത് പുറത്ത് പോകുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇങ്ങനെ നമുക്ക് നേരത്തെ കാറ്റഗറൈസ് ചെയ്യാമെങ്കിൽ, അതായത് ഒരു കുട്ടികളെ എടുക്കുമ്പോൾ തന്നെ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തുക. ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തുമ്പോഴേ അറിയാം. അപ്പം ഇന്ന ആവശ്യങ്ങളുള്ള കുട്ടികളെ ഒരു ക്ലാസ്, ഇന്ന ആവശ്യങ്ങളുള്ള ഒരു കുട്ടിയെ ഒരു ക്ലാസ് എന്നുമ്പോൾ ടീച്ചേഴ്സിന് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിരിക്കും. പോർഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതികളാണെങ്കിലും. ഇപ്പൊ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടി സെൻസറി ആയിട്ട് പഠിപ്പിക്കേണ്ട ക്ലാസ്സുകളിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ക്ലാസ്സുകൾ കൊടുക്കാം. അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഈ ഒരു അത് ഡിസ്ക്രിമിനേഷൻ ശരിയാണ്. ഞാൻ എന്റെ സംശയമാണ് ചോദിച്ചത്. അത് എല്ലാ ക്ലാസ്സിലും, പക്ഷെ എല്ലാ ടീച്ചേഴ്സും ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം. നീ ഇങ്ങനെ ഒരു കാറ്റഗറി നമ്മൾ എല്ലായിടത്തും നമ്മൾ ക്രിയേറ്റ്, നമ്മൾ അറിയാതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസ്സിലും. ഓരോ ടീച്ചറിനും അത് കാരണം അങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് പോകുന്നത്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇന്ന സെറ്റ് പഠിക്കുന്നവരെ അങ്ങനെ നമ്മൾ ഡീൽ ചെയ്യാറുണ്ട്, നമ്മൾ അറിയാതെയാണെന്നുണ്ടെങ്കിൽ പോലും. അത് ഇപ്പൊ നമ്മൾ ആ കുഞ്ഞു ക്ലാസ്സിൽ ചെയ്യുന്ന കാര്യം ഈ വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഈ ചെയ്യുന്ന കാര്യം കുഞ്ഞു ക്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ പേരന്റ് അതിനെപ്പറ്റി അവെയർ ആയിരിക്കും. എന്റെ കൊച്ചിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പേരന്റ് അവെയർ ആയിരിക്കും. അപ്പൊ നമ്മുടെ മേൽ ക്വസ്റ്റ്യൻ വരത്തില്ല, എന്തുകൊണ്ട് എന്റെ കുട്ടിക്ക് മാർക്കില്ല, എന്തുകൊണ്ട് എന്റെ കുട്ടി സ്കോർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വരില്ല. അപ്പം പേരന്റ് അവെയർ ആയിരിക്കും, കുട്ടി അവെയർ ആയിരിക്കും. എല്ലാരും കൂടെ അപ്പൊ പുഷ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് അവൻ വരും. അത് ഒരു കുഞ്ഞു ക്ലാസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര നല്ലതായിരിക്കും. കതിരമ്മയെ കൊണ്ട് വളം വെക്കുന്ന ഒരു കാര്യമാണ് ഈ 10th വന്നിട്ട് മാർക്ക് അനാലിസിസ്. എനിക്കറിയത്തില്ല, ഈ ഇപ്പം മാത്സിനെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സിൽ അറ്റൈൻ ചെയ്യുന്ന ഒരു നോളജ് ഉണ്ട്. ആ നോളജ് അറ്റൈൻ ചെയ്യാതെ ഒരിക്കലും നമുക്ക് 10th എത്തി വലിയ മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഓരോ ക്ലാസ്സിലും ആ കുട്ടിയുടെ ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓരോ ക്ലാസ്സിനെയും മാർക്ക് തന്നെ അനലൈസ് ചെയ്യണം. ഈ കുട്ടി എങ്ങനെ ഈ ഒരു സബ്ജക്റ്റിന് മാർക്ക് വാങ്ങിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും ആ കുട്ടി നെക്സ്റ്റ് ഇയറിൽ പെർഫോം ചെയ്യുന്നത്. ഇത് ഒന്നും ചെയ്യാതെ ലാസ്റ്റ് ഒരു 10th അല്ലെങ്കിൽ ബോർഡ് എക്സാമിനേഷൻ വരുന്ന ആ ടൈമിൽ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അതൊരു പ്രഷർ, ടീച്ചേഴ്സിന് അതിനെക്കാട്ടി പ്രഷർ. നമുക്ക് സമയം ഉണ്ടായിരുന്നല്ലോ, അന്നേരം ഒന്നും ചെയ്യാതെ അവസാന നിമിഷം വന്നിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് ഭയങ്കര പ്രഷർ ആയിരിക്കും. അത് നമുക്കുണ്ട് 10th ഇപ്പം അല്ലെങ്കിൽ 12th വരുമ്പം മാക്സിമം കുട്ടികൾക്ക് വർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലാസ്സസ് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഈ സ്റ്റേജിലും അറ്റൈൻ ചെയ്യേണ്ട നോളജ് കുറിച്ച് കിട്ടിയിട്ടുണ്ടോ, ആ ഒരു ചെക്കിങ് എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് സ്കൂളുകളെക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന പേരൻസിനാണ്. അതായത് ഏതെങ്കിലും നല്ലൊരു സ്കൂളിൽ ഇപ്പൊ പല പേരൻസും സ്കൂളുകളിൽ കൊണ്ട് ചേർക്കുന്ന കാണുന്നത് പറഞ്ഞാൽ അവരുടെ ഒരു സ്റ്റാറ്റസിന്റെ സിമ്പിൾ ആയിട്ടാണ്. അതായത് എനിക്കിപ്പോ ഒരു 1 lakh പെർ മന്ത് സാലറി ഉണ്ട്, ഇപ്പൊ എനിക്കൊരു 50,000 ഫീസ് കൊടുക്കാൻ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ട് അവിടെ ചേർക്കാം. അപ്പം പറയാം എന്റെ മോൻ ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത്, എന്റെ മോൾ ഇത്ര ഇന്ന സ്കൂൾ. അപ്പൊ ആ സ്കൂളിൽ നിന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഇതൊരു ലക്ഷറി സ്കൂളാണോ, ഇതൊരു മിഡിൽ സ്കൂളാണോ. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. റീസെന്റ് ഒരു ന്യൂസ് കണ്ട, ബാംഗ്ലൂർ ഏറ്റവും ലോവർ പ്രൈമറിയിലൊക്കെ പഠിപ്പിക്കുന്നതിന് പെർ മന്തോ ഏതാണ്ട് 8 ലക്ഷം രൂപ സംതിങ് ഫീസ് വരുന്ന ഒരു സ്കൂളിനെ കുറിച്ച്. ആക്ച്വലി ഈ സ്കൂളുകൾ, എന്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സ്കൂളുകൾ നമുക്കൊരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ട്രസ്റ്റ് ആയിട്ടോ ഒരു NGO ആയിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാൽ പോലും അതൊരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നതിന്റെ ഒരു വലിയ ഭാഗമാണിത്. അപ്പം അത്രയും കേപ്പബിൾ ആയിട്ടുള്ള പേരൻസ് കൊണ്ടുപോയിട്ട് ഈ സ്കൂളുകളിൽ കൊണ്ട് ചേർക്കും. പക്ഷെ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ തന്റെ കുട്ടിക്ക് പറ്റുന്ന സാധനത്തിന് ഈ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം വളരെ ആർട്ടിസ്റ്റിക് സ്കില്ലുള്ള നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ചിലപ്പോൾ സയൻസ് പഠിക്കാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് കാണത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ മാത്സ് പഠിക്കാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് കാണത്തില്ല. ആ കുട്ടിയെ കൊണ്ടുപോയി ഒരു സയൻസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മാത്സ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലോട്ട് കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അവൻ ഒരു മിസ്പ്ലേസ്ഡ്, അതായത് നമ്മളൊരു കോഴിക്കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് നീന്താൻ പഠിപ്പിക്കുന്നോണ്ടിരിക്കും. അത് ഭയങ്കര പാടാണ്. കാരണം ആ കുഞ്ഞിന്റെ ഇതെന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ അവനൊരു പെയിന്റർ എന്ന രീതിയിൽ അവന് വളരാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നാളെ ഒരു ഡാവിഞ്ചിയെക്കാളും വലിയൊരു പെയിന്ററായിട്ട് അവൻ മാറത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. പക്ഷെ നമ്മൾ ഈ സൊസൈറ്റി പറയുന്നത് എന്താണോ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിന് പറ്റുന്നതെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ നോക്കിയാണ് ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി നമ്മുടെ മുമ്പിലുള്ള കുട്ടി എന്താണെന്ന് മനസ്സിലാക്കി ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും ആദ്യം അത് ചെയ്യാൻ പറ്റുന്ന പേരൻസിനാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം സ്കൂളിൽ നോക്കി കഴിഞ്ഞാൽ സ്കൂളിൽ ഒരുപാട് പിള്ളേരുണ്ട്, ടീച്ചേഴ്സിനെ മുമ്പിൽ നോക്കി കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഒരുപാട് പിള്ളേരുണ്ട് ഫ്രണ്ടിൽ. പക്ഷെ പേരൻസിന് അവരുടെ മക്കൾ മാത്രമേ ഉള്ളൂ. ആ പേരൻസ് അത് ഐഡന്റിഫൈ ചെയ്ത് പേരൻസ് അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാല്യൂ, സൊസൈറ്റിക്ക് വാല്യൂ നൽകുന്ന ഒരു വ്യക്തിയെ ബിൽഡ് ചെയ്തെടുക്കാൻ ആ പേരൻസിന് പറ്റും. ജസ്റ്റിൻ ആ പറഞ്ഞ സാധനം വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അതായത് പേരൻസിന് ആ കുട്ടി എന്നുള്ള, ഇപ്പൊ നമ്മൾ സ്കൂളിലാണെന്നുണ്ടെങ്കിലും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നല്ല റിസൾട്ട് കിട്ടിയാൽ നമ്മളത് ഓഫ് കോഴ്സ് നമ്മളത് ആഘോഷിക്കും.
അതുപോലെ തന്നെ ഇപ്പൊ മോശം റിസൾട്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ബാച്ചിനെ വെച്ച് അത് കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ സമാധാനിക്കും. അങ്ങനെ അവർക്ക് ഇനിയും സ്വപ്നം കാണാൻ കുട്ടികളുണ്ട്, സ്കൂളിൽ നിന്നാണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സിനാണെന്നുണ്ടെങ്കിലും. പക്ഷെ പേരന്റിന് ആ കൊച്ചു മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ ആള് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം ഭയങ്കര നന്നായിട്ട് സീരിയസ് ആയിട്ട് പേരന്റ്സ് കാണണ്ട. അതായത് ഈ ഏത് സ്കൂളാണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് സിലബസ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. CBSE ICSE പറ്റാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് അവരെ സത്യമായിട്ട് അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തിനാ അവരെ എത്ര കഷ്ടപ്പെടുത്തുന്നത്? അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ കൂടെ പോയാൽ അവർക്ക് എന്തായാലും അവരുടെ കഴിവിനനുസരിച്ച് അവരെ ഒരു നല്ല നിലയിൽ എത്തും. പക്ഷെ ഇങ്ങനെ ഈ CBSE തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പഠിക്കണം, ICSE തന്നെ പഠിക്കണം. CBSE ICSE പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരെ ആദ്യം തിരിച്ചറിയേണ്ടത് പേരൻസ് ആണ്. കുഞ്ഞുങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കൊരു ജസ്റ്റ് കുറച്ചൊന്ന് നാളെ ഒന്ന് നോക്കുക, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയാം, അങ്ങനെ ഒരു പേരന്റിനെ എനിക്കറിയാം. CBSE ചേർത്തു, പഠിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവർക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു ടൈം വന്നു കഴിഞ്ഞപ്പോൾ അവർ സ്കൂൾ ചേഞ്ച് ചെയ്തു. ഇപ്പൊ കൊച്ചു നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഇപ്പൊ അവർക്ക് പറ്റുന്നുണ്ട്. നമ്മൾ ആ ഒരു അവയർനെസ് പേരൻസ് കൂടെ അത് അത് കുഞ്ഞിനെ മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് കാശ് കൊടുക്കാൻ പറ്റും, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും, വാങ്ങി കൊടുക്കാൻ പറ്റും, സ്കൂളിൽ ചേർക്കാൻ പറ്റും. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ അത് ഷെയർ ചെയ്യും. അവരത് ഷെയർ ചെയ്ത പേരൻസ് അത് മനസ്സിലാക്കും, അവരത് ശ്രദ്ധിക്കും. മാറ്റാൻ പറ്റും, നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല പ്രശ്നങ്ങളെ, ആ നല്ല 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 ഈ കാര്യങ്ങളെ നമുക്ക് എന്തുകൊണ്ടാണ് മാറ്റാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടാണ് പഠിക്കുന്നത്, അവിടെ അങ്ങ് പഠിച്ചാൽ മതി, ഇനി ഞാൻ സ്കൂൾ മാറ്റണം, ഇനി എന്തിനാണ് ബുദ്ധിമുട്ട് എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ അതൊരു ചെറിയ ആക്ഷൻ മാത്രമാണ്. ആ ആക്ഷൻ പിന്നെ കൊണ്ടുവരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും. പക്ഷെ അതാരും ചെയ്യുന്നില്ല. ഇവിടെ പഠിച്ചാൽ മതി, നീ എന്നാ പഠിക്കാത്തതെന്ന് കൊച്ചിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പ്രഷറൈസ് ചെയ്യുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ആ റിസൾട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാതെ ഇതാണ് എന്റെ കുഞ്ഞിന്റെ കഴിവ് എന്ന് മനസ്സിലാക്കാൻ പേരൻസ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ സിലബസ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ അതൊന്ന് അവെയർ ആയിട്ടിരുന്നാൽ മതി. ഇങ്ങനെ പോയാലും ഒരു നല്ല നിലയിലെത്തും. ഞാൻ ഇപ്പൊ CBSE പഠിച്ചത്, ഞാൻ കേരള സിലബസിലാണ് പഠിച്ചത് 10th വരെ. നമുക്ക് പോകാനുള്ള വഴിയുണ്ട്. എത്രയോ പേര് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ട് നല്ല നിലയിൽ പോകുന്നു, എത്രയോ പേര് മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് നല്ലപോലെ ജീവിക്കുന്നു. അതൊക്കെ നമുക്ക് സാധിക്കും. അതാണ് പേരൻസ് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത്. കുഞ്ഞുങ്ങളെ എത്രയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ആദ്യം അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം ലൈക്ക് അവർക്ക് ആർട്ടിസ്റ്റിക് സ്കിൽസ് ആണ് ഉള്ളതെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്തു കൊടുക്കുക. അതായത് നമ്മൾ അടിച്ചൊരു വഴിക്ക് വിടുകയല്ല ചെയ്യേണ്ടത്. ഏത് വഴിക്കാണോ ആ ഒഴുക്ക് ഒഴുകുന്നത്, ആ പാത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് പേരൻസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ആ രീതിയിൽ ഫേമസ് ആവും, ആ രീതിയിൽ ആ കുട്ടി മുന്നോട്ട് വരും. സീരിയസ്ലി. ആ കുട്ടിയുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ആ രീതിയിൽ അത് പുറത്ത് വരാൻ കൊണ്ടുവരും. പക്ഷെ പറ്റാത്തൊരു വഴിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ഒരു ആട്ടിൻകുഞ്ഞിനെ എടുത്തു വെച്ച് മരം കയറാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റത്തില്ല. അത് കയറാൻ ഒരു ടൈം എത്തുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഒക്കെ തല്ലിപ്പിടിച്ച് കയറുന്ന ഹൈറ്റ് കയറി കഴിഞ്ഞാലും നാളെ അത് ലൈഫിൽ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. പക്ഷെ അതേസമയം ആ ആട്ടിൻകുട്ടിയെ ഒരു മല കയറാൻ പഠിപ്പിച്ചാലോ അത് നന്നായിട്ട് മല കയറും. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുട്ടി അതുപോലെ സിലബസുകൾ സെലക്ട് ചെയ്യുമ്പോൾ, പണ്ടേ ആൾക്കാർക്ക് കേരള സിലബസ് എന്ന് പറയുമ്പോൾ എന്തോ അഴുക്ക് എന്നുള്ള കുറവൊന്നുമില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് സിലബസ് ആണ് കേരള സിലബസ്. അതെ. അതുപോലെ തന്നെ ഐ സി എസ് സി പഠിക്കുക എന്ന് പറയുന്നത് എന്തോ ഭയങ്കര സംഭവം, ഭയങ്കര ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. പിന്നെ CBSE, ഈ ഓരോ സിലബസിനും അതിൻ്റെതായ ഡിഫറൻസസ് ഉണ്ട്. ഓരോ സിലബസുകളും ഫോക്കസ് ചെയ്യുന്ന ഏരിയകളുണ്ട്. ഇത് നമ്മുടെ കുട്ടിക്ക്, അതായത് പേരൻസ് ഒരു കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിക്ക് പറ്റുന്നതാണോ എന്ന് ആദ്യം പേരൻസ് ഒരു റിസർച്ച് നടത്തണം. സ്കൂളുകളാണെങ്കിൽ പോലും എല്ലാ സ്കൂളുകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ബിസിനസ് ആയിട്ട് കാണാതെ ഈ വന്ന കുട്ടിക്ക് ഈ സിലബസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം സ്കൂളുകൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് നടത്തണം. അല്ലെങ്കിൽ അതിൻ്റെതായ സജഷൻസ് പേരൻസിന് കൊടുക്കണം. അതിന് സജഷൻസ് കൊടുത്തില്ല അത്രയും സെൽഫ്ലെസ് ആണോ എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു രീതിയിൽ ഈ കുട്ടിക്ക് ഈ സിലബസ് പറ്റുന്നതാണോ എന്നൊരു ഇതെങ്കിലും സ്കൂളുകാർ നോക്കാനുള്ള ഒരു എത്തിക്സ് സ്കൂളുകാർ കാണിച്ചാൽ നല്ലൊരു ജനറേഷനെ വാർത്തെടുക്കാൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം സെയിങ് ഉണ്ടല്ലോ, കൺട്രിയുടെ ഫ്യൂച്ചർ അതിന്റെ ക്ലാസ്സുകളിലാണ് ബിൽഡ് ചെയ്യപ്പെടുന്നത്. അതെ. അതെ, ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു ആപ്റ്റിറ്റ്യൂഡ്, ഇപ്പം നമ്മൾ ഒരു സ്കൂളിൽ ഒരു അഡ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഇത്രയും ക്ലാസ്സസിൽ ഇപ്പൊ 6th ജോയിൻ ചെയ്യാൻ വരുന്നതെന്നുണ്ടെങ്കിൽ 5th ക്ലാസ് വരെ പഠിച്ചതിന്റെ ഒരു ബേസിസിൽ ഒരു ടെസ്റ്റ് നടത്തുക. അതിനകത്ത് ഒരു കാലിബർ അറിയാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് സജഷൻസ് ആണ് സജഷൻസ്, അഡ്മിഷൻ കൊടുത്തോ എന്നാലും കുഴപ്പമില്ല, പക്ഷെ ഇതാണ് എന്ന് മനസ്സിലാക്കുക. കുഞ്ഞിന് ഇത്രയൊക്കെയാണ് അറിവുള്ളത്. അതിപ്പോ പേരന്റും കൂടെ അവെയർ ആവുന്ന ഒരു കാര്യമാണ്.
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടെസ്റ്റോ ഇതോ കാര്യമോ നടത്തിയിട്ട് അതൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഡയറക്റ്റ് അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പേരന്റിന് കുഞ്ഞിനെ അറിയത്തില്ല, കുഞ്ഞിന് കുഞ്ഞിനെ തന്നെ അറിയത്തില്ല, വരുന്ന മുമ്പിലിരിക്കുന്ന ഇനി ഡീൽ ചെയ്യാൻ പോകുന്ന ടീച്ചറിന് അതിനെ ഒട്ടുമേ അറിയില്ല. ആകെപ്പാടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടെസ്റ്റ് നടത്തി ഒരു അനാലിസിസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് വളരെ ഈസി ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അഡ്മിഷൻ കൊടുത്തോളൂ, സ്കൂളുകൾക്ക് അഡ്മിഷൻ കൊടുക്കാം. അതെ, നമ്മൾ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. എന്നിട്ട് ഒരു വർഷം ഒന്ന് വെയിറ്റ് ചെയ്യുക, കുഞ്ഞിന്റെ പെർഫോമൻസ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ് വി ക്യാൻ പ്രൊസീഡ്. പക്ഷെ പറ്റുന്നില്ല, കുഞ്ഞിനെ കൊണ്ട് ഒട്ടും നടക്കുന്നില്ല, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യെസ് വി നീഡ് ടു ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് പേരന്റ് മനസ്സിലാക്കണം, കുട്ടി മനസ്സിലാക്കണം. കുട്ടിയെക്കാട്ടി കൂടുതൽ പേരന്റും സ്കൂളുകാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനനുസരിച്ചുള്ള സജഷൻസ് അവർക്ക് കൊടുക്കാൻ സ്കൂളിന് പറ്റണം. അത് എത്രത്തോളം പേരന്റ്സ് അക്സെപ്റ്റ് ചെയ്യും എന്ന് നമുക്കറിയില്ല. പക്ഷെ പിന്നീട് ഒരിക്കലും നമ്മളെ വന്ന് ബ്ലെയിം ചെയ്യാതിരിക്കാനെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അല്ല, ഇതിനകത്തൊരു ഇപ്പൊ അവയർനെസ് ജെഫിൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് പേരന്റ്സ് സ്കൂള് സെലക്ട് ചെയ്യുന്ന കാര്യം. അത് ഭയങ്കര, ഞാനിപ്പം നേരിട്ട് കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയാണ് പല കുട്ടികളെയും കൊണ്ട് അവരുടെ പേരന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ജോലി, അല്ലെങ്കിൽ അവർ സത്യം പറഞ്ഞാൽ ഒരു നാട്ടുഭാഷ പറഞ്ഞാൽ അവരുടെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് അവരുടെ പിള്ളേർ. ആ ഒരു രീതിയിലാണ് സ്കൂൾസ് അവർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ എന്താ പറയാ, ലേറ്റ് നൈറ്റ് പാർട്ടീസിൽ പോകുമ്പോൾ എന്റെ മോൻ അവിടെയാണ്, എന്റെ മോൾ ഇവിടെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവര് കുട്ടികളുടെ സ്കൂൾ സെലക്ട് ചെയ്യുന്നത്. അവിടെ ഉള്ളതിൽ ഏറ്റവും ഹയസ്റ്റ്, ഇത്രയും ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നതെന്ന് 4 പേര് അറിയണം. അത് സ്കൂളിന്റെ പേര് കേട്ടാൽ തന്നെ അവർക്കറിയാം, ഓക്കെ 1.5 ലക്ഷം രൂപ, എന്റെ ദൈവമേ, അങ്ങനെ അവർ പറയാൻ വേണ്ടിയിട്ട് ഈ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന പേരൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര പൈസ ഇല്ലെങ്കിലും ഒരു കുട്ടിയുടെ എബിലിറ്റി എന്ന് പറയുന്നത് അത് ആ കുട്ടിയുടെ എബിലിറ്റിയാണ്. അപ്പൊ അവന് ചേരുന്ന, അല്ലെ അവക്ക് ചേരുന്ന സ്കൂളിൽ കൊണ്ട് ചേർത്താൽ മാത്രമേ ആ കുട്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയായി മാറത്തേ ഉള്ളൂ. അവസാനം അത് എഡ്യൂക്കേഷനും മടുക്കും, ജീവിതമേ മടുക്കും, ഫ്രണ്ട്സിനെ മടുക്കും, ടീച്ചേഴ്സിനെ. ഈ ഒരു സിസ്റ്റത്തോട് തന്നെ വെറുപ്പുണ്ടാക്കി കൊടുക്കുന്ന ഒരു ബേസിക് പ്രവൃത്തിയായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുക. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നല്ല ഹാർമണി ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. അത് വെറും വേസ്റ്റ് ആക്കി മാറ്റാൻ ഈ ഒരു ചെറിയ ഡിസിഷൻ മതി, ഇല്ലേ? സത്യമാണ്. ആ ഒരു ആപ്റ്റിറ്റ്യൂഡിന് പറ്റാത്ത, ഇപ്പൊ ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡിന് പറ്റാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അതൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ഇത് ഇങ്ങനെ ക്യുമുലേറ്റഡ് ആയി ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് പിന്നെ ആ ഒരു പ്രോസസ്, ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനോടേ വെറുപ്പായി തുടങ്ങും. ശരിക്കും ഒരു ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു അറിവ് നേടുക എന്നുള്ളത്, അതിനെ നമ്മളാണ് ഒരു വെറുപ്പിന്റെ ഇതിലോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ തന്നെ ഈ വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ, അതായത് 10 ഏജ് ഒക്കെ ഉള്ള കുട്ടികൾ കോഡിങ് ചെയ്യുന്നവരുണ്ട്. അതും നല്ല ഒരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കോഡിങ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളെ ചിലപ്പോൾ ആ കുട്ടികൾക്ക് അതിനായിരിക്കും ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത്. അവരെ ഒരു സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഇന്ന ഹിസ്റ്ററി പഠിക്കണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഐ മീൻ മാത്സ് പഠിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ മാത്സ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്തി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ തലയിൽ അത് കയറിയെന്ന് വരില്ല. ഇന്ന് പ്രൊഫസേഴ്സ് ഉണ്ട്, കുട്ടികൾ ഹയർ കോളേജസിലൊക്കെ ക്ലാസ് എടുക്കുന്ന കുട്ടികളുണ്ട് ഈ കോഡിംഗ് ഒക്കെ പോലത്തെ ഇതില്. അതാണ് ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡാ. അതിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് പേരൻസ് ആദ്യം ചെയ്യേണ്ട ഒരു ജോലി. അത് എന്റെ കുട്ടിക്ക് പറ്റുന്ന കാര്യമാണോ ഞാൻ അവനെ കൊണ്ടുവിടാൻ പോകുന്നത്, ഈ പൊങ്ങച്ചം എന്നുള്ള കാര്യം മാറ്റി വെച്ചിട്ട് ഈ ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഒരു ഫോക്കസ് കൊടുക്കാമെങ്കിലുണ്ടല്ലോ, ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് പേരെ വാർത്തെടുക്കാൻ പറ്റും. എല്ലാരും ഒരേ പ്രോഡക്റ്റ് മാത്രം തരാതെ പല പല ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഈ ജനറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാരും പഠിച്ച ഡോക്ടർ ആയാൽ പിന്നെ ആര് ഇതൊക്കെ പണിയും, അല്ലെ? ആര് കൺസ്ട്രക്ട് ചെയ്യും? അല്ലെങ്കിൽ എല്ലാരും പഠിച്ച എഞ്ചിനീയേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ രോഗികളെ ശുശ്രൂഷിക്കാനല്ല. ഞാൻ ജസ്റ്റ് 2 പ്രൊഫഷൻ മാത്രം എടുത്ത് വെച്ച് പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ പല പല രീതിയിൽ ചിന്തിക്കുന്ന പല പല കുട്ടികളാവുമ്പം നമുക്ക് പല പല മേഖലയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. നമ്മുടെ കൺട്രിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ തരത്തിൽ ചിന്തിക്കാൻ എനിക്ക് തോന്നുന്നു പേരൻസിന് പറ്റണം. ഇനിയുള്ള പേരൻസിനെങ്കിലും അത് പറ്റണം. അതായത് കുട്ടികളെ അവരുടെ വഴിക്ക് വിടുക. അത് ജെഫിൻ മുമ്പേ പറഞ്ഞ ചൊല്ലുപോലെ, പോയ വഴിയെ അടിച്ചില്ലെങ്കിൽ അടിച്ച വഴിയെ പോവുക, അങ്ങനെ എന്തോ ഒരു ഇതുണ്ടല്ലോ, പഴയ ഒരു സേയിങ് വരുമല്ലോ. അതായത് നമ്മള് തെളിച്ച വഴിയെ അല്ല അവർ പോകുന്നെങ്കിൽ അവര് പോകുന്ന വഴിയെ തെളിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ്. അവർക്ക് ഏത് വഴിയാണോ പോകുന്നത് അത് അവർ തെളിച്ചു പോട്ടെ. അത് തെളിയുന്നതാണ് അവരുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഏറ്റവും നല്ലത് ആ പോകുന്ന വഴി തെളിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അവരെ അവെയർ ആക്കുക, അവരെടുക്കുന്ന ഡിസിഷൻസിന്റെ കോൺസിക്വൻസ് എന്തുവാ, അവരെടുക്കുന്ന ഡിസിഷന്റെ പോസിറ്റീവ് സൈഡ് എന്തുവാ എന്നുള്ളത്. എന്നിട്ട് ആ ഒരു മാർഗം അവർക്ക് കാണിച്ചു കൊടുത്താൽ തന്നെ മതി, കുട്ടികൾ ഒരു നല്ലൊരു നിലയിൽ എത്തിക്കോളും. അതിനുവേണ്ടി പേരൻസ് പ്രത്യേകം ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് നമ്മൾ പഠിച്ച ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് അവർക്ക് പേടിയൊന്നുമില്ല ഇപ്പൊ.
അവർക്കൊന്നിനും ഒരു പേടിയില്ല. അവർക്ക് അതായത് ഇപ്പം 10th ആയി, ഇപ്പം ഒരു ഗേൾസിന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളും, ബോയ്സ് ആ ഇതൊക്കെ എന്ത്, ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ, അത് നമുക്കൊരു ഡിഫറൻസ് എപ്പോഴും കാണാൻ പറ്റുന്നത്. പക്ഷെ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് ഇപ്പം. അതായത് ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങള് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇങ്ങനെ റിസൾട്ട് വന്നാണ് 10th റിസൾട്ട് അല്ല 12th റിസൾട്ട്, അതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ, നെക്സ്റ്റ് ലെവൽ പോകും. ഇതൊന്നും അത് വലിയ നമുക്ക് കാര്യമല്ല. ഇതൊന്നും എന്നെ അങ്ങനെ അങ്ങ് ബാധിക്കാൻ പോകുന്നില്ല. എനിക്ക് എവിടെയോ എന്തോ ഉണ്ട് എന്നുള്ളൊരു തോട്ടായി അവർക്ക്. അതാണ് ടേണിംഗ് പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. നമ്മള് പറഞ്ഞു ഇത് നിങ്ങളുടെ സുപ്രധാനമായ കാലഘട്ടമാണ്. അതൊന്നും ഇപ്പൊ വില പോകുന്നില്ല. അത് കഴിഞ്ഞു. ആ ഡയലോഗ് നമ്മുടെ ഒരു ജനറേഷനോട് കൂടി എനിക്കൊന്ന് എക്സ്പയർ ആയെന്ന് തോന്നുന്നു. മൺമറഞ്ഞു പോയി. ഈ ആക്ച്വലി സ്പീക്കിംഗ് ഇതൊരു നല്ല കാര്യമാണോ എന്ന് വെച്ചാൽ നല്ല കാര്യമാണ്. ഈ നോളജ് കൂടുന്നതനുസരിച്ച് ആൾക്കാരുടെ പേടികൾ കുറയും. പണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫാക്ടറാണ് ഈ പേടി എന്ന് പറയുന്ന സാധനം. അതായത് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ, എന്നാൽ നമുക്ക് അതിന്റെ കോൺസിക്വൻസസ് അല്ല പറയുന്നത്, നമുക്ക് നമ്മളെ പേടിപ്പിച്ച് ആ കാര്യം ചെയ്യിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അതിൽ അവെയറാണ്. അവർക്കറിയാം ഇതിപ്പോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. പണ്ട് മനുഷ്യൻ ഇടിമിന്നലിനെ പേടിച്ചിരുന്നു. അത് എന്തുകൊണ്ടാണ്? അവർ വിചാരിച്ചിരുന്നത് ദൈവങ്ങൾ സ്വർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോഴാണ് ഇടിയും മിന്നലും ഉണ്ടാകുന്നത് എന്നാണ്. പക്ഷെ പിന്നെ ഇതുപോലെ ക്ലൗഡ്സ് കൂട്ടിയിടിക്കുമ്പോൾ അയണൈസേഷൻ ഉണ്ടാകുമ്പോഴാണ് ലൈറ്റിംഗ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ അതിനോടുള്ള നമ്മുടെ പേടി, നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ പഠിച്ചു. നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ഉണ്ടാക്കി. സെയിം കാര്യമാണ് ഈ നടക്കുന്നത്. നോളജ് കൂടുന്നതനുസരിച്ച് ആൾക്കാരുടെ പേടിയും കുറഞ്ഞുകൊണ്ടേയിരിക്കും.